ഹേ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടുത്തിടെ ആമസോൺ പ്രൈമിൽ റിലീസായ ദൂത്ത എന്ന് പറയുന്ന ഒരു വെബ് സീരീസാണ് നോക്കാൻ പോകുന്നത്. നല്ലൊരു ഫാൻറ്റസി ഹൊറർ സസ്പെൻസ് ഒരു വെബ് സീരീസ് തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പിട്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. സീരീസിൻ്റെ ഓപ്പണിംഗ് സീനിൽ സാഗർ എന്ന് പറയുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാളിപ്പോൾ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. കയ്യിൽ നിറയെ സ്ലീപ്പിംഗ് പിൽസും ഉണ്ട്. അതെല്ലാം മുഴുവൻ എടുത്ത് അദ്ദേഹത്തിൻ്റെ വായൽക്കുള്ളിലേക്ക് ഇടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു വോയിസ് ക്ലിപ്പ് അയക്കുകയാണ്. എനിക്കിത് ചെയ്തതിന് വേറെ വഴിയൊന്നും തന്നെ ഇല്ല. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ആ ഫോൺ ഓഫായി പോവുകയാണ്. അതിൻ്റെ ചാർജർ അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് വെപ്രാളത്തിൽ തപ്പാനായിട്ട് നോക്കുന്നു. ഈ സമയത്ത് അവിടെ നിന്നും ഒരു ഫയൽ താഴേക്ക് വീഴുകയാണ്. ആ ഫയലിൽ ഒരു ഫോട്ടോ എടുത്ത് അയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അയാൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ആ സ്ലീപ്പിംഗ് പിൽസ് എല്ലാം കഴിച്ചു പോയില്ലേ. അപ്പം പെട്ടെന്ന് അയാൾ ഛർദ്ദിച്ചത് കളയാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അത് സാധിക്കുന്നില്ല. അപ്പോഴേക്കും അയാൾ ബോധം കെട്ട് വീഴുകയാണ്. ഇപ്പം നമ്മളെ ഒരു 6 ദിവസങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മളെ വലിയൊരു ലോഞ്ച് ഇവൻ്റാണ് കാണിക്കുന്നത്. ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ലോഞ്ചിങ് ആണ്. അപ്പോൾ സാഗറാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ. സാഗർ ഇപ്പം വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്, ചാൾസ് എന്ന ഒരാളൂടി വരാനുണ്ടായിരുന്നു, അപ്പോൾ അവൻ്റെ മൈൻഡ് ശരിയല്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അമൃത എന്ന അദ്ദേഹത്തിൻ്റെ PAയും അതുപോലെ മൂർത്തി എന്നൊരാളെയും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ സ്പീച്ച് കഴിഞ്ഞിറങ്ങുമ്പം അമൃത ഒരു ബൊക്കയൊക്കെ ആയിട്ട് സാഗറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ സാഗർ അത് വാങ്ങിച്ച് നോക്കുമ്പോൾ ആ ബൊക്കയ്ക്കുള്ളിൽ ഒരു ഫോട്ടോ ഉണ്ട്. മുതുകിൽ കുത്തുന്ന ഒരു ഫോട്ടോയാണുള്ളത്. അപ്പോൾ ഇതാരാണ് തന്നതെന്ന് അമൃതയോട് ചോദിക്കുന്നുണ്ട്. ഇത് ചാൾസാണ് അയച്ചതെന്നും അവൾ പറയുന്നുണ്ട്. ഉടനെ സാഗർ ചൂടായിട്ട് പറയുന്നുണ്ട്, അവൻ്റെ മനസ്സേ ഇപ്പോൾ ശരിയല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്, ഇവൻ ഇതൊക്കെയാണോ അയക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അലറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സാഗറിൻ്റെ വൈഫും കുട്ടിയും പോകാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകാനായിട്ട് തുടങ്ങുകയാണ്. കൂടെ ഒരു നായയുണ്ട്. നായ്ക്കാണെങ്കിൽ ഇതുവരെ ഒരു പേരും അവരിട്ടിട്ടില്ല. ഒരു വർഷമായിട്ട് തന്നെ അവർ പേരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് പറയുന്നതുണ്ട്. അങ്ങനെ അവർ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റാണ്, നല്ല മഴയും പെയ്യുന്നുണ്ട്. പോകുന്ന വഴിയിൽ വണ്ടി പെട്ടെന്ന് നിന്നു പോവുകയാണ്. എന്തെന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കാലിയായി. പെട്രോൾ തീർന്നിട്ടാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ സാഗറിൻ്റെ വൈഫ് പറയുന്നുണ്ട്, രാവിലെ ഞാൻ വേലക്കാരനോട് പറഞ്ഞതാണല്ലോ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട്, പിന്നെ ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കേൾക്കാനായിട്ട് സാഗറിന് ടൈമില്ല. കാരണം സാഗർ ഇപ്പോൾ ടെൻഷനാണ്. നല്ല മഴയാണ്, നൈറ്റാണ്. ഇവരെ എങ്ങനെയെങ്കിലും സേഫായിട്ട് കൊണ്ട് എത്തിക്കണം. സാഗർ ഉടൻ തന്നെ ക്യാബ് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ക്യാബിന് കോള് കിട്ടുന്നില്ല. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് ദം ദാബ എന്ന് പറഞ്ഞൊരു കടയുടെ മുന്നിലാണ് ഇവരിപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ സാഗർ പെട്ടെന്ന് അമൃതയെ ഫോൺ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അമൃത പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഒരു 10 മിനിറ്റിനകം അവിടേക്ക് വണ്ടി വരുമെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രാത്രിയിൽ പെട്ടെന്ന് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാഗർ ആ കടയില്ലേ, കറക്റ്റ് സ്ഥലത്താണ് നിത്തി എന്ന് പറഞ്ഞിട്ട് ആ കടയിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങുകയാണ്. ആ കടയ്ക്കുള്ളിൽ കുറേ പ്രാണികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കഷ്ണത്തിൽ എണ്ണയും മുക്കിയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പസിലുണ്ട്. സാഗർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിലെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കോളം മാത്രം ഫില്ല് ചെയ്തിട്ടില്ല. സാഗർ ആ പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലൂ എന്താണെന്ന് നോക്കാനായിട്ട് സാഗർ അതൊന്ന് വായിച്ച് നോക്കുന്നു. ഇത് വായിക്കുമ്പം ഒരു ട്വിസ്റ്റ്. പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നില്ലേ, അതേ സമയവും അതേ ഡേറ്റിലും സാഗർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആവുന്നുണ്ട്. ആ വണ്ടിക്കുള്ളിൽ ഇരിക്കുന്ന നായയുടെ പേരെന്താണെന്നാണ് ആ പസിലിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതൊന്ന് വായിക്കുമ്പോൾ തന്നെ സാഗർ ആകെ ടെൻഷനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നു. എന്തെന്ന് വെച്ചാൽ വെള്ളമെല്ലാം തീർന്നുപോയി, വെള്ളത്തിൻ്റെ ബോട്ടിലൂടെ വേണമെന്ന് പറയുന്നുണ്ട്. ഇവൻ എന്തെന്നറിയാതെ പെട്ടെന്ന് ടെൻഷൻ അടിച്ച് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു സെക്കൻഡിൽ അവൻ്റെ വണ്ടി പെട്ടെന്ന് അവിടെ ആക്സിഡൻ്റ് ആവും. വലിയൊരു ലോറി വന്ന് ആ വണ്ടി ഇടിച്ച് തള്ളിയിട്ട് പോകുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളിപ്പം ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സാഗർ അലറി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടുകയാണ്. അവിടെ നിറയെ ബ്ലഡ് കിടക്കുന്നുണ്ട്. സാഗർ അങ്ങനെ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് നിന്നും മകൾ നടന്നു വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സാഗറിൻ്റെ വൈഫ് വെള്ളം വാങ്ങാനായിട്ട് വണ്ടിക്കുള്ളിൽ നിന്ന് പുറത്തു പോയല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ അതിൽ പാവയുമായിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ നായ ആ പാവ തട്ടി വെളിയിലേക്ക് ഇടുന്നുണ്ട്. ഈ പാവ എടുക്കാനായിട്ട് ആ കുട്ടി വെളിയിൽ ഇറങ്ങിയ സമയത്താണ് വണ്ടി വന്നിടിക്കുന്നത്. അങ്ങനെ പേര് വെക്കാത്ത നായ അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. ആ ലോറി ഡ്രൈവർ ആണെങ്കിൽ വണ്ടി കുറച്ച് മുന്നിൽ നിർത്തിയിട്ട് അയാളുടെ ഡീസൽ ടാങ്കിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഒന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആളുകളുടെയൊക്കെ സൗണ്ട് കേട്ടോണ്ട് തന്നെ അയാൾ പിന്നെ ആ ലോറി കയറുന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്.
മരിച്ചുപോയത് നായയാണെന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ആശ്വാസമായി. അദ്ദേഹം നേരെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അവിടേക്ക് ഘോഷ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇതിനൊരു കംപ്ലയിൻറ്റ് വേണമല്ലോ, ആ കംപ്ലയിൻറ്റ് എഴുതിയെടുക്കാനായിട്ടാണ് വരുന്നത്. അപ്പം വരുന്ന സമയത്ത് നമ്മളുടെ ഹീറോയെ കാണുമ്പോൾ ഹീറോയുടെ ഫാദർ അവിടെയുണ്ട്. അദ്ദേഹം അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ ജേർണലിസ്റ്റ് ആവണ്ട, ജേർണലിസം പഠിക്കണ്ട എന്നൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് ആ പോലീസുകാരൻ ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട്, അച്ഛന് ഓർമ്മ തീരെയില്ല, ഞാൻ പഠിക്കാൻ പോകുന്നു എന്ന് മാത്രം അന്ന് ഓർമ്മ പോയതാണ്, ആ കാര്യം മാത്രം ഇപ്പോൾ ഓർമ്മയിലുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, മറ്റേതെന്തായി, അയാളെ പിടിച്ചോ എന്നൊക്കെ നമ്മുടെ സാഗർ ചോദിക്കുന്നുണ്ട്. ഇല്ല സാർ, എല്ലായിടത്തും വല വിരിച്ചിട്ടുണ്ട്, അവനെ ഉടനെ തന്നെ പിടിക്കുന്നതായിരിക്കും എന്ന് ഘോഷ് പറയുന്നുണ്ട്. അവിടെ കെട്ടിയത് നമ്മളെ ആ ലോറി ഡ്രൈവറെ കാണിക്കുന്നുണ്ട്. അവൻ പറ്റുന്ന രീതിയിലെല്ലാം ഓടുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലീസ് അവനെ വളഞ്ഞിട്ട് പിടിക്കുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസം സാഗറിൻ്റെ വീട്ടിൽ ആ കുട്ടി വന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. അച്ഛാ, ഞാൻ നമ്മുടെ നായ്ക്ക് ഒരു പേര് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അവൻ എപ്പോഴും വെള്ളത്തിലല്ലേ കിടന്നിരുന്നത്, അതുകൊണ്ട് തന്നെ ഹിപ്പപ്പൊട്ടാമസ് എന്നാണ് അവനൊരു പേരിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സാഗറിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നു. ഇന്നലെ ആ കടയിൽ കണ്ട ആ പേപ്പറിൽ ഈ പേര് മാത്രമല്ലേ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവന് ഒരു ആലോചന വരികയാണ്. അവൻ നേരെ ആ ദംദം ദാബ എന്ന് പറയുന്ന ആ കടയിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് ആ പേപ്പർ അവിടെ എല്ലാം നോക്കുന്നു. അവസാനം വേസ്റ്റ് ബോക്സിൽ നിന്ന് ആ പേപ്പർ അവന് കിട്ടുകയാണ്. അവനത് ഫില്ല് ചെയ്ത് നോക്കുന്നു, കറക്റ്റാണ്. ഉടനെ അവൻ ടെൻഷനായിട്ട് ആ കടയിലെ ഓണറോട് ചോദിക്കുന്നുണ്ട്, ഈ പേപ്പർ എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, പഴയ പേപ്പറൊക്കെ കിട്ടുന്ന കടയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ഓടി വന്ന് ആ കാറിനുള്ളിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവനൊരു കോൾ വരികയാണ്. എന്തെന്ന് വെച്ചാൽ അവൻ്റെ വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു റെഡിയാക്കാനായിട്ട്. അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്, വേഗം ഇങ്ങോട്ടേക്കൊന്ന് വരണം സാറെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ പറയുന്നുണ്ട്, സാർ നിങ്ങളുടെ പെട്രോൾ ടാങ്കിൽ ആരാണ്ട് ഓട്ടയിട്ടിട്ടുണ്ട്, അപ്പോൾ അതുമൂലമാണ് ഇതിലേക്ക് പെട്രോൾ എല്ലാം പോയതെന്ന് പറയുന്നു. ആരെങ്കിലും വേണമെന്ന് തന്നെ വിചാരിച്ച് ചെയ്തതാണ്, കുറച്ച് സൂക്ഷിച്ച് നടക്കണം സാറെന്ന് അവനോട് പറയുന്നുണ്ട്. ഇതുകൂടെ കാണുമ്പോൾ അവൻ ആകെ ടെൻഷൻ ആവുകയാണ്. അങ്ങനെ അവൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ അമൃത, അവൾ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇവൻ എന്തോ ടെൻഷനായിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇവനെ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ അവൻ്റെ കാലിൽ സോക്സ് ഇട്ടിരിക്കുന്നത് 2 കളറിലുള്ളതാണ്, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. ഇത് കാണുമ്പോൾ അവൻ എന്തോ പ്രശ്നത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അവൻ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഇത് ചിലപ്പോൾ കോയിൻസിഡൻ്റായിട്ടൊക്കെ നടന്നതായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കാലിൽ ഞാൻ സോക്സ് ഇട്ടത് കോയിൻസിഡൻ്റ് ആവും, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നടന്നത് ആ പത്രത്തിലുണ്ടായിരുന്ന പോലെല്ലാം നടന്നത് അതൊന്നും ഒരിക്കലും കോയിൻസിഡൻ്റ് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവനൊരു ഫോൺ കോൾ വരികയാണ്. ആ പോലീസ് ഓഫീസർ ഘോഷാണ് വിളിക്കുന്നത്. അയാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ ഞങ്ങൾ വണ്ടി ഓടിച്ചിരുന്ന ആളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവൻ ലോറി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവൻ്റെ ഗ്ലാസിന് മുകളിലേക്ക് ഒരു പത്രം വന്ന് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കണ്ണ് കാണാൻ പറ്റാതെയാണ് അവൻ ആ അപകടം ഉണ്ടാക്കിയത്. ഞങ്ങളെല്ലാം ചോദിച്ചു, അപ്പോൾ അവൻ്റെ കയ്യിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അവനെ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നുണ്ട്. ഉടനെ സാഗർ ചൂടായിട്ട് പറയുന്നുണ്ട്, അവൻ്റെ കയ്യിൽ തന്നെയാണ് കുഴപ്പം, എൻ്റെ പെട്രോൾ ടാങ്കിൽ ഒരു ഹോൾ ഇട്ടതിന് ശേഷമാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്, അങ്ങനെയാണ് വണ്ടി അവിടെ നിന്നത്, നിങ്ങൾക്ക് ഞാൻ എത്ര രൂപ വേണേലും തരാം, അവനെ കൊണ്ട് മര്യാദയ്ക്ക് സത്യം പറയിക്കണമെന്ന് പറഞ്ഞിട്ട് അവന് പെട്ടെന്ന് 1 ലക്ഷം രൂപ ആ പോലീസ് ഓഫീസർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ആ പോലീസ് ഓഫീസർ അയാളെ പറഞ്ഞു വിട്ടല്ലോ, അവൻ എവിടെയെന്ന് വെളിയിൽ പോയി ഇങ്ങനെ നോക്കുകയാണ്. നോക്കാൻ നേരത്താണെങ്കിൽ ആ ഡ്രൈവർ പോകാനായിട്ട് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അവനോട് പറയുന്നുണ്ട്, 1-2 പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്യാനുണ്ട്, ഞാനങ്ങ് മറന്നുപോയി, അതുകൂടെ വന്നൊന്ന് സൈൻ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിട്ട് ആ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് അവനെയും കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ സാഗർ അമൃതയോട് പറയുകയാണ്, ഇതിന് പിന്നിലെല്ലാം ചാൾസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉടനെ അമൃത പറയാണ്, അങ്ങനെ അസ്യൂം ചെയ്തൊന്നും പറയാതെ, അദ്ദേഹം ചെയ്തതായിട്ട് നിൻ്റെ കയ്യിൽ ഒരു തെളിവും തന്നെ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാണ്, അവൻ്റെയാണ് മൈൻഡ് ഇപ്പോൾ ശരിയല്ലായിരിക്കുന്നത്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നീ കണ്ടതല്ലേ ആ ലെറ്ററൊക്കെ എനിക്ക് അയച്ചു തന്നതെന്ന് പറയുന്നുണ്ട്. ശരി, അവനോട് ആദ്യം നീ വിളിച്ചൊരു കാര്യങ്ങളൊക്കെ ചോദിക്കുക, അവനോട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് അമൃത പറയുകയാണ്. അങ്ങനെ അവൻ ചാൾസിനെ ഫോൺ ചെയ്യുന്നുണ്ട്. കുറേ തവണ വിളിച്ചിട്ടുണ്ട്, ചാൾസ് ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചാൾസിൻ്റെ വൈഫിനെ ഫോൺ ചെയ്യുകയാണ്. വൈഫാണെങ്കിൽ ഇപ്പം അവരുടെ മകൻ മരിച്ചുപോയി എന്നുള്ള വിഷമത്തിൽ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചാൾസിനെ കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും തന്നെ അറിയുകയില്ല, ചിലപ്പോൾ ഫാം ഹൗസിൽ തന്നെ കാണുമെന്ന് അവൾ പറയുന്നു. അതുകൊണ്ട് തന്നെ സാഗർ നേരെ ചാൾസിൻ്റെ ഫാം ഹൗസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫാം ഹൗസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറേ പേപ്പറൊക്കെ കിടക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ആ വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ബൈക്കിലായിട്ട് യെല്ലോ കളർ കോട്ടിട്ട ഒരാൾ അവിടെ നിൽക്കുന്നതായിട്ടും അവൻ കാണുന്നുണ്ട്. അങ്ങനെ അയാൾ പോകുന്നതായിട്ട് കാണുന്നു. അവൻ നേരെ ഉള്ളിലേക്ക് പോകുന്നു. കുറേ പേപ്പറുകളൊക്കെ അങ്ങനെ കീറി കിടക്കുന്നുണ്ട്. ചാൾസ് അവിടെ ഒരു തോക്കുമായിട്ട് നിൽക്കുന്നതും അവൻ കാണുന്നുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ചാൾസ് പെട്ടെന്ന് അവനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, എനിക്ക് ഒരേ ഒരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്, നിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി എന്നുള്ള കാര്യം ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് അറിഞ്ഞു. ആ ആക്സിഡൻ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഒരു തുണ്ട് കടലാസിൽ നിന്ന് നിനക്കത് ആക്സിഡൻ്റ് ആവും എന്നുള്ള കാര്യം നീ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്.
ഉടനെ സാഗർ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അതെ ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉടനെ അവൻ പറയുകയാണ്, ഇനി അത് നിന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നിൻ്റെ കൺമുന്നിൽ തന്നെ കുറേ ആളുകൾ മരിക്കും. നിനക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചാൾസ് ഒരു തോക്കെടുത്ത് അവൻ്റെ സ്വന്തം നെറ്റിയിലേക്ക് വെടിവെക്കുകയാണ്. ബ്ലഡ് നേരെ തിരിച്ചു വന്ന് നമ്മുടെ സാഗറിൻ്റെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. അവൻ എന്ത് ചെയ്യണമെന്നറിയാം. ഇപ്പം നമ്മൾ ചാൾസിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാൾസിൻ്റെ വൈഫിനെ കാണിക്കുകയാണ്. വൈഫ് കൂടെയുള്ള കുറേ ആളുകളോട് പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ മനോനില അത്ര ശരിയല്ല, ടെൻഷനായിട്ടാണ് നടക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ ചാൾസിനെ കാണിക്കുകയാണ്. ചാൾസ് ആണെങ്കിൽ എന്ത് തുണ്ട് പേപ്പർ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. എന്ത് പേപ്പർ കണ്ടാലും അവ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്, അതിലെന്താണ് ഉള്ളതെന്നൊക്കെ അവ ഇങ്ങനെ ടെൻഷനായിട്ട് നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവന് കപ്പലിൽ വിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന്, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പേപ്പർ കിട്ടുന്നുണ്ട്. അത് വായിച്ചു നോക്കുമ്പം അവനാകെ ഷോക്കാവുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നിൻ്റെ മകൻ ഇപ്പം മരിക്കാൻ പോവുകയാണ് അന്ന് അതിനകത്തുള്ളത്. അവൻ നേരെ അവൻ്റെ മകനെ തപ്പി ഇറങ്ങുകയാണ്. അപ്പോൾ ആ പയ്യനാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കാറിൻ്റെ അടിയിലേക്ക് കയറുന്നുണ്ട്. കാറാണെങ്കിൽ സ്റ്റെപ്പിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു കാറാണ്. പെട്ടെന്ന് അതിൻ്റെ സ്റ്റെപ്പിന് താഴെ മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയുടെ മുകളിലേക്ക് കാർ വീണ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവനൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സീൻ കട്ടിയിട്ട് പിന്നെ സാഗറിനെ നമ്മളെ കാണിക്കുകയാണ്. ഇപ്പോൾ ചാൾസിൻ്റെ കയ്യിലായിട്ട് ഒരു തുണ്ട് പേപ്പർ കിടക്കുന്നത് സാഗർ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ വേഗം പോയിട്ട് അതെടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അവൻ വീട്ടിൽ പോയിട്ട് ആ ബ്ലഡൊക്കെ തുടച്ച് കളയുന്നുണ്ട്. അതിനുശേഷം ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. ആ പേപ്പറിലാണെങ്കിൽ ഇവൻ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്തില്ലേ, അതൊക്കെ അതേപോലെ വരച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സാഗർ സോക്സ് മാറ്റിയിട്ടൊക്കെ പോയില്ലേ, ആ കാര്യവും അതിലുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അവൻ പിന്നെയും ഷോക്കാവുന്നുണ്ട്. അവിടെ കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മളെ പിന്നെയും കാണിക്കുന്നത് വെച്ചാൽ ചാൾസിൻ്റെ ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഒരു പോലീസ് ഓഫീസർ വരുന്നുണ്ട്. ക്രാന്തി എന്നാണ് അവരുടെ പേര്. അവർ വന്നിട്ട് അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ വന്ന് നോക്കിയിട്ട് പോയ പോലീസൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു സൂയിസൈഡ് ആണ് എന്നാണ്. പക്ഷേ ക്രാന്തി നന്നായിട്ട് തന്നെ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. ഇപ്പോൾ ചാൾസിൻ്റെ കയ്യിലുള്ള ഒരു ഗണ്ണില്ലേ, അതവർ നോക്കുന്നുണ്ട്. ഈ ഗണ്ണെന്ന് പറഞ്ഞാൽ ലോക്കലി ഉണ്ടാക്കിയ ഒരു ഗണ്ണാണ്. ഇതെങ്ങനെ ഇവിടെ കിട്ടിയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൊക്കെ പറയുന്നുണ്ട്, ഇതെങ്ങനെ ഇവിടെ കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല അവൾ നോക്കുമ്പം അവിടെ ബ്ലഡ് തെറിച്ചിട്ടില്ലേ, അതെല്ലാം നോക്കുന്നുണ്ട്. കൂടെ വന്നൊരു പോലീസുകാരനോട് ഒരു സൈഡിൽ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ എല്ലാം ബ്ലഡ് തെറിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഭാഗത്ത് ബ്ലഡ് തെറിച്ചിട്ടില്ല. അതിനർത്ഥം ഇവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, ഈ ബ്ലഡ് അയാളുടെ മുഖത്തേക്കാണ് തെറിച്ചതെന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം നേരെ ചാൾസിൻ്റെ വൈഫിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. വൈഫ് പറയുന്നുണ്ട്, കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ മനോനില അത്ര ശരിയല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ആ ഗണ്ണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗണ്ണൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നും അവർ പറയുകയാണ്. അവിടെ കട്ടിയിട്ട് പിന്നെയും നമ്മളെ സാഗറെ കാണിക്കുകയാണ്. ഇപ്പോൾ അമൃത ചാൾസ് മരിച്ച ഉടൻ തന്നെ നമ്മുടെ സാഗറിനോട് ചോദിക്കുകയാണ്, നീയാണോ ഇതൊക്കെ ചെയ്തതെന്ന് അവനോട് ടെൻഷനായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ തന്നെ ഇന്നലെ കണ്ടതല്ലേ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം, അതല്ല ഈ പേപ്പറിലുണ്ട്, ഞാനൊന്നും തന്നെ ചെയ്തില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല എന്നുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമൃത പറയുന്നുണ്ട്, നമ്മുടെ പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇനി മന്ത്രിമാരൊക്കെ വരാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റെ ടെൻഷനിലൊക്കെ നമ്മളിരിക്കണം, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം നമ്മൾ മാറ്റി വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കറക്റ്റ് ആ സമയത്ത് അവിടേക്ക് ഇവൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനെന്നുള്ള രീതിയിൽ ഒരു പയ്യനോട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇപ്പം പൊയ്ക്കോളൂ, ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പം സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഘോഷിനെ കാണിക്കുകയാണ്. അയാൾ ആ ലോറി ഡ്രൈവറെ വെച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവൻ്റെ വായിൽ നിന്ന് എനിക്ക് ഒന്നും തന്നെ അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം മാത്രമേ വരുന്നുള്ളൂ. എന്തൊക്കെ ചെയ്തിട്ട് അവനൊന്നും പറയുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനോട് വാ തുറക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ വാ തുറന്ന് നോക്കുമ്പോൾ അതിലൊരു ഗോൾഡ് പല്ല് കാണുന്നുണ്ട്. നീ ഒരു ലോറി ഡ്രൈവറല്ലേ, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഈ ഗോൾഡ് പല്ല് എന്ന് പറഞ്ഞ് അവൾ ആ പല്ല് പിടിച്ചെടുത്തിട്ട് പറയടാ സത്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് ചാൾസിൻ്റെ ആ മരണാന്തര ചടങ്ങുകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് സാഗർ വരുന്നുണ്ട്. സാഗർ വന്നിട്ട് അന്ന് അവിടെ നിന്ന് പോയപ്പം ഒരു യെല്ലോ കളർ കോട്ടിട്ട ഒരാൾ പോയിട്ടുണ്ടായിരുന്നല്ലോ, അയാൾ അവിടെ എങ്ങാനും ഉണ്ടോ എന്നിങ്ങനെ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ക്രാന്തിയുണ്ട്, ആ പോലീസ് ഓഫീസർ. അവരാണെങ്കിൽ നമ്മുടെ ചാൾസിൻ്റെ ഫോണിലേക്ക് അവസാനം വന്ന കോൾ ലിസ്റ്റൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ അത് സാഗറാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സാഗറിനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾ നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ സാഗറിനും ഒരു ഡൗട്ട്, ഇനി ഇവളാണോ ആ യെല്ലോ കളർ ഡ്രസ്സ് ഇട്ട ആളെന്നൊക്കെ സാഗറിന് ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെളിയിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. സാഗർ പെട്ടെന്ന് വെളിയിലേക്ക് നോക്കുമ്പം ആ യെല്ലോ കളർ കോട്ടിട്ട ആൾ അവിടെ നിന്നും പോകുന്നതായിട്ട് അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവളല്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായി. അടുത്ത സീൻ കട്ടിയിട്ട് സാഗറിൻ്റെ വീട്ടാണ് കാണിക്കുന്നത്. സാഗർ ഇപ്പോൾ അവിടേക്ക് വന്നപ്പോൾ അവൻ വരുന്നതിൻ്റെ മുന്നാടിയായിട്ട് തന്നെ ക്രാന്തി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ വൈഫുമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഉടനെ ക്രാന്തി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് സാഗറിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി നിങ്ങൾ ലേറ്റായിട്ടാണ് വന്നതെന്ന് നിങ്ങളുടെ വൈഫ് പറയുന്നു, എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അവൻ പറയുന്നുണ്ട്, ഇന്നലെ ഓഫീസിൽ കുറേ ജോലി ഉണ്ടായിരുന്നു, എൻ്റെ PA അമൃതയുടെ കൂടെ ഞാൻ കുറേ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. ശരി, ഇന്നലെ രാത്രി വന്ന ഉടൻ തന്നെ ലേറ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സെല്ലാം കഴുകിയിട്ടൊന്ന് വൈഫ് പറയുന്നുണ്ടല്ലോ, എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ കുറേ പ്രിൻറ്റിങ് മെഷീനുമായിട്ടൊക്കെ ഇന്നലെ രാത്രി പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ മഷികളൊക്കെ എൻ്റെ ഡ്രസ്സിൽ വീണിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് കഴുകി കഴിഞ്ഞാലേ പോവുകയുള്ളായിരുന്നു. വൈഫ് പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്തു എന്ന് അവൾ. ശരി, ഞങ്ങളിപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ക്രാന്തി പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവളുടെ ഒരു പോലീസുകാരനല്ലേ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ സാഗറിൻ്റെ ഫോണിൽ നിന്ന് 5 മിനിറ്റിനുള്ളിൽ അമൃതയ്ക്ക് കോള് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറയാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ സാഗറെ കാണിക്കുകയാണ്. സാഗർ കറക്റ്റ് അമൃതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഫുള്ള് ഞാൻ നിൻ്റെ കൂടാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞു. ആ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കുകയാണെങ്കിലും അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവളോട് പറയുന്നുണ്ട്. ഇപ്പോൾ ആ പോലീസുകാരൻ കറക്റ്റായിട്ട് ക്രാന്തിയെ വിളിച്ച് പറയുകയാണ്, അമൃതയിൽ ഇപ്പം സാഗർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ക്രാന്തിക്ക് മനസ്സിലാവുകയാണ്. ഇപ്പോൾ ആ ഘോഷില്ലേ പോലീസുകാരൻ, അയാൾ ആ ഡ്രൈവറുടെ വായിൽ നിന്ന് എന്തെങ്കിലും സത്യം വരട്ടെ എന്ന് പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ടും ടോർച്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാളും ഒരു ഘട്ടത്തിൽ മരിച്ചു പോവുകയാണ്. ഇത് കണ്ട ഘോഷ് ഉടനെ സാഗറിനെ ഫോൺ ചെയ്ത് പറയുകയാണ്, സാർ അയാൾ മരിച്ചു പോയിട്ടുണ്ട്, അപ്പം നമുക്ക് 2 പേർ കൂടെ ചേർന്ന് ഇവൻ്റെ ബോഡി ഡിസ്പോസ് ചെയ്യണം, അതിന് പറ്റിയ ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ സാഗറിന് ദേഷ്യം വരികയാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാടാ അവനെ കൊല്ലാൻ പറഞ്ഞത്? ഞാൻ അവനോട് സത്യം പറയിപ്പിക്കണമെന്നല്ല പറഞ്ഞുള്ളൂ, ഉപദ്രവിക്കാനല്ല പറഞ്ഞുള്ളൂ, നിന്നോട് കൊല്ലാൻ ആരാണ് പറഞ്ഞത്? ഇതുമായിട്ട് എന്നെ ഇനി വിളിക്കുകയേ വേണ്ട, എന്നെ ഒരു ഫോൺ പോലും ചെയ്യരുത്, നീയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ്. ഉടനെ ആ പോലീസുകാർ, ഇത് നമുക്ക് പുതിയ കേസൊന്നും അല്ലല്ലോ, എങ്ങനെയെങ്കിലും കൊണ്ട് കളയണമെന്ന് പറഞ്ഞിട്ട് അവൻ രാത്രിയിലെ മഴയത്ത് ഏതോ ഒരു വലിയ മതിലൊക്കെ ചാടി ഒരു സ്റ്റോർ റൂമിൽ ആ ബോഡി കൊണ്ട് വെക്കുകയാണ്. അതിനുശേഷം തിരിച്ചു വന്ന് ഫോൺ ചെയ്യുകയാണ്. സാർ, ഞാൻ നിങ്ങളെ ഫോൺ ചെയ്ത് നമുക്ക് 2 പേർക്കും രക്ഷ വേണം എന്ന് ഒരു ഐഡിയ ആണ് തന്നത്. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തത്? എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ മാത്രം ജയിലിൽ പോകണമെന്നുള്ള രീതിയിൽ എന്നെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ആ ബോഡി എടുത്ത് നിങ്ങളുടെ അച്ഛൻ്റെ ഫാം ഹൗസിലെ അതിൽ സ്റ്റോർ റൂമിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നാളെ പോലീസ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കൂടെ ഒരുമിച്ച് ജയിലിൽ പോകാമെന്ന് അവനോട് പറയുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പം തന്നെ അവന് അടുത്ത ഷോക്ക്, അവൻ ഓടി ആ ഫാം ഹൗസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്റ്റോർ റൂമിൽ കയറി നോക്കുമ്പം നിറയിരട്ടാണ്. അവൻ ടോർച്ചടിച്ച് അവിടേക്കൊക്കെ നോക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ ആ ബോഡിയൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അവിടെ എല്ലാം ബ്ലഡ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവൻ കുറച്ചുകൂടി പതിയെ നടന്ന് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പേടിച്ചിട്ടാണ് പോകുന്നത്. നോക്കുമ്പം ആ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആൾ ചോര വാർന്ന് അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവൻ്റെ നേരെ അതിപ്പോൾ ഓടി വരികയാണ്. അവൻ പേടിച്ച് ഒരു സൈഡിലേക്ക് ഇരിക്കുകയാണ്. അവൻ നേരെ വന്ന് അവിടെ മറിഞ്ഞ് വീഴുന്നത് ഒരു കമ്പിയുടെ മുകളിലേക്കാണ്. അങ്ങനെ ബ്ലഡെല്ലാം അവൻ്റെ ദേഹത്തേക്ക് തെറിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് അയാൾ മരിച്ചു പോകുന്നുണ്ട്. അവൻ ടോർച്ചടിച്ച് നോക്കുന്ന സമയത്ത് ആ കമ്പിയുടെ മുകളിലായിട്ട് ഒരു ലെറ്റർ ഇരിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. അവൻ പേടിച്ച് പതിയെ പോയി ആ ലെറ്റർ എടുക്കുകയാണ്. ആ ലെറ്റർ വായിച്ചു നോക്കുന്ന അവന് അടുത്തൊരു ഷോക്കാണ് അതിലുള്ളത്. അപ്പോൾ വീഡിയോയുടെ അടുത്ത പാർട്ടായിട്ട് ബാക്കി എപ്പിസോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനമെല്ലാം ഒരു ലൈക്കായിട്ട് രേഖപ്പെടുത്തുക.